പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ എല്ലാവരുടെ മേലും ഈ പ്രഭാതത്തിൽ വെളിപ്പെടുവാൻ, ഈ വചന സന്ദേശം നമ്മുടെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടന്നു വന്ന് ക്രിയ ചെയ്യുവാൻ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സർവ്വചരാചരങ്ങളെയും ഉണ്ടാക്കിയ ഒരു കർത്താവിനെ നമ്മുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ആരാധിക്കുമ്പോഴും നമ്മുടെ മധ്യേ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നാം ദിവസം ദൈവം വെളിച്ചമുണ്ടാക്കി, അത് കർത്താവ് നല്ലതെന്ന് കണ്ട നമ്മുടെ കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേർതിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിക്കുന്നു, നന്മയും തിന്മയും വേർതിരിക്കുന്നു, പാവത്തെയും ബന്ധനത്തെയും നിന്ന് ദൈവകൃപയിൽ നിന്നൊക്കെ വേർതിരിച്ചു മാറ്റുകയാണ് കർത്താവ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയത്. ദൈവം ഒരു വേർതിരിച്ച് നമ്മളെ കർത്താവ് നിർത്തുന്നത് കാണാൻ കഴിയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനഭാഗത്ത് ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ ദൈവം വേർതിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിധാനം ഉണ്ടായിട്ട് ദൈവം വിധാനത്തിന് കീഴെയുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. കണ്ടോ, ഒരു വേർപാടിന്റെ ഒരു പ്രവൃത്തി ഇവിടെ ആരംഭിക്കുക ദൈവം ചെയ്യുന്നത്. മുകളിലുള്ളതും താഴെയുള്ളതും തമ്മിൽ ദൈവം വേർതിരിച്ചു. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എത്ര മനോഹരമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആകാശം ദൈവം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര മഹത്വമുള്ളതാണ്. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 2-ാം ദിവസം. ദൈവത്തിന്റെ പ്രവൃത്തി 2-ാം ദിവസം നമുക്ക് കാണാൻ കഴിയുന്നു. താഴെ വെള്ളം, മോളിൽ വെള്ളം, ഇതിന്റെ നടുവിൽ ദൈവം വേർതിരിച്ചു നിർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യരുടെ കഴിവുകൊണ്ട് ഇങ്ങനെ വേർതിരിക്കാൻ കഴിയുമോ? ദൈവമില്ല എന്ന് പറയുന്ന ഏത് മനുഷ്യനാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മനുഷ്യന്റെ ബുദ്ധിയിൽ ഉതകുന്ന വിധത്തിലാണോ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത്? മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു ദൈവീക പ്രവൃത്തിയല്ലേ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആകാശത്തിന് എവിടെയും ഒരു പിടുത്തമില്ലാതെ ഒരേപോലെ ഇങ്ങനെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം തന്റെ സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ എത്ര മനോഹരമാണെന്ന ബൈബിള് തന്നെ നമ്മളെ പഠിപ്പിക്കുവാൻ ഇടവരുന്നത്. ഇവിടെ വേർതിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയും. വീണ്ടും 2-ാം ദിവസം ദൈവം ചെയ്ത പ്രവൃത്തിയിൽ ദൈവം ആകാശത്തിന് കീഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. ആകാശത്തിനുള്ള കീഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന പേര് കൊടുത്തു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് ദൈവം സമുദ്രം എന്ന് പേരിട്ടു. കണ്ടോ, ഈ വേർപാട് കണ്ടോ? ദൈവം ഉണങ്ങിയ സ്ഥലമെന്നും വെള്ളമുള്ള സ്ഥലമെന്നും ദൈവം വേർതിരിക്കുന്നു. ഇതുപോലെയാ ദൈവം മനുഷ്യനെ വേർതിരിക്കുന്നത്. ദൈവം ഇതുപോലെയാ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. നല്ലതിനെയും മോശവുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നല്ലതിനെ മോശം, നല്ലതിന്റെ ഉള്ളിൽ നിന്നുള്ള മോശമെല്ലാം എടുത്തു മാറ്റി നല്ലതിനെ നല്ലതാക്കി നിർത്തി. ദൈവം അബ്രാഹാമിന് മക്കളെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുള്ളതും ഭൂമിയിലെ മണൽത്തരി പോലെയുള്ള മക്കളെ ദൈവം കൊടുത്തപ്പോ ഒരു പ്രത്യേകത, അവിടെ ഒരു വേർപാടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, തേജസ്സേറിയ ശോഭയുള്ള ഉയരത്തിലുള്ള ദൈവിക മഹത്വം അനുഭവിക്കുന്ന ഒരു കൂട്ടരും,
താഴെ ഭൂമിയിൽ ഈ ലോകത്തിൽ മണ്ണിന്റെ, ജഡത്തിന്റെ, പാപത്തിന്റെ ബന്ധനമുള്ള മറ്റൊരു കൂട്ടരുടെയും നടുവിൽ ഇവിടെ ഇതുപോലെ വേർതിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഉണങ്ങിയ സ്ഥലമെന്നും വെള്ളമുള്ള സ്ഥലമെന്നും വേർതിരിച്ച് അതിന് പേര് കൊടുക്കുകയാണ് ഭൂമി എന്നും, അതിന് വീണ്ടും സമുദ്രമെന്ന് വേർതിരിച്ചെന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയില്ലേ? ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട് പ്രിയമുള്ളവരെ. അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ്, അടയാളം പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പ്രവൃത്തി എത്ര മനോഹരം! ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്ന കർത്താവ്, സമുദ്രത്തെയും ഭൂമിയിൽ നിന്ന് വെള്ളത്തെയും സമുദ്രവുമായി വേർതിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. നിന്റെ മഹത്വം ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ പാപം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ദൈവിക കൃപയുടെ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളെ മാറ്റുന്ന, പഴയ മനുഷ്യനിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനാക്കി വേർതിരിക്കുന്ന ഒരു നല്ല പ്രഭാതം നീ ഞങ്ങൾക്ക് തരണം. ഈ അഭിഷേകം എന്നെ എന്ന സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറ്റണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.